സരസ്വതീ നദിയുടെ രമ്യമായ തീരത്ത് ഒരാശ്രമ സമുച്ചയം നിർമ്മിച്ച് വ്യാസൻ അവിടെ തന്നെ ഏകാഗ്രചിത്തനായി തപസ്സിൽ മുഴുകി വസിച്ചു. വ്യാസൻ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വന്നതാണ്. ആ സരസ്വതീ നദിയുടെ രമ്യമായ തീരത്ത് ഒരാശ്രമ സമുച്ചയം നിർമ്മിച്ച് വ്യാസൻ അവിടെ ഏകാഗ്രചിത്തനായി തപസ്സിൽ മുഴുകി. അപ്പോൾ ഇത് മറ്റിടത്ത് തന്നെ ചെയ്താൽ പോരായിരുന്നോ? പോരാ, അവിടെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടും. ഇവിടെ അദ്ദേഹത്തെ വേട്ടയാടാൻ അധികം ഓർമ്മകളൊന്നുമില്ല. അപ്പോൾ അവിടെ ചിത്തത്തോടു കൂടി അദ്ദേഹം വസിച്ചു. അതിതേജസ്വിയായ ശന്തനു മഹാരാജാവിന് സത്യവതിയിലുണ്ടായ 2 പുത്രന്മാരെയും വ്യാസൻ തൻ്റെ സഹോദരന്മാരായി വിചാരിച്ചുകൊണ്ട് സുഖമായി വനത്തിൽ വസിച്ചു. ഇപ്പോൾ ബാക്കി കഥകളുമൊക്കെ അറിഞ്ഞു. വിവാഹം കഴിച്ചു കൊടുക്കുക മാത്രമല്ല, ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ 2 പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട്. ആ പുത്രന്മാർ തൻ്റെ സഹോദരന്മാരാണ് എന്ന് കരുതി അദ്ദേഹം അവിടെ വനത്തിൽ വസിച്ചു. രാജാവിന് ആദ്യം ജനിച്ച പുത്രൻ, ശന്തനു മഹാരാജാവിന് ആദ്യം ജനിച്ച പുത്രൻ, അദ്ദേഹത്തിൻ്റെ പേര് ചിത്രാംഗതൻ. രൂപസൗന്ദര്യമുള്ളവനും ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവനും രാജലക്ഷണങ്ങളെല്ലാം തികഞ്ഞവനും ആയിരുന്നു. രണ്ടാമത്തെ പുത്രൻ വിചിത്രവീര്യൻ. വിചിത്രവീര്യൻ എന്നു പേരുള്ളവനാണ് രണ്ടാമതായി ജനിച്ചത്. അവനും സർവഗുണങ്ങളുള്ളവനും ശന്തനുവിന് സന്തോഷം വർദ്ധിപ്പിക്കുന്നവനും ആയിരുന്നു. ശന്തനുവിൻ്റെ ആദ്യപുത്രനായ ഗാംഗേയൻ, ഗംഗാദേവിയിൽ ഈ ശന്തനുവിന് മറ്റൊരു പുത്രനുണ്ട്, ഭീഷ്മപിതാമഹൻ. അദ്ദേഹം ഗാംഗേയൻ, ഗംഗയുടെ പുത്രൻ. ശന്തനുവിൻ്റെ ആദ്യപുത്രനായ ഗാംഗേയൻ മഹാപരാക്രമിയും അതിബലവാനുമായിരുന്നു. അതുപോലെ സത്യവതിയിൽ ജനിച്ച 2 പുത്രന്മാരും മഹാശക്തന്മാരായിരുന്നു. സർവലക്ഷണങ്ങളും തികഞ്ഞ പുത്രന്മാരെ കണ്ടിട്ട് മഹാത്മാവായ ശന്തനുവിന് താൻ ദേവാദികൾക്കു പോലും അജയ്യനാണെന്ന തോന്നലുണ്ടായി. 3 പുത്രന്മാർ, ദേവവ്രതൻ, ഗംഗാദേവിയിലുണ്ടായ പുത്രൻ, സത്യവതിയിലുണ്ടായ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. ഈ 3 പേരെയും കണ്ടിട്ട് മഹാത്മാവായ ശന്തനുവിന് തോന്നി, ദേവന്മാർക്കു പോലും ഒരു പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ തന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന്. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ധർമാത്മാവായ ശന്തനു കാലവിപര്യത്താൽ മനുഷ്യൻ പഴയ വസ്ത്രമെന്ന പോലെ ശരീരം ഉപേക്ഷിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പം ശന്തനു മരിച്ചു. ശന്തനു മരിച്ചു. അതിനുശേഷമുള്ള കഥ തുടരുകയാണ്. രാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ, ദേവവ്രതൻ, അദ്ദേഹത്തിന് ഭീഷ്മർ എന്നുള്ള പേരുണ്ടാകുന്നത് ശന്തനു സത്യവതിയെ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിലാണ്. രാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ വിധിയാം വണ്ണം എല്ലാ പിതൃകർമ്മങ്ങളും പലതരത്തിലുള്ള ദാനങ്ങളും ചെയ്തു. മരണാനന്തര ക്രിയകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. പരാക്രമശാലിയായ ഭീഷ്മർ പിന്നീട് ചിത്രാംഗതനെ രാജാവായി വാഴിച്ചു. ഭീഷ്മർ സ്വയം രാജാവായില്ല, താൻ ഒരിക്കലും രാജാവാവില്ല എന്ന് സത്യവതിയുടെ അച്ഛന് വാക്കുകൊടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദേവവ്രതൻ എന്ന് പ്രസിദ്ധനായി തീർന്നു. സത്യവതീസുതനായ ചിത്രാംഗതൻ ബലം കൊണ്ടുന്മത്തനും ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്നവനും ശുദ്ധനും വീരനും ബലവാനുമായിരുന്നു. അക്കാലത്തൊരിക്കൽ മഹാബാഹുവായ ചിത്രാംഗതൻ അനേകം സൈന്യങ്ങളോടുകൂടി വേട്ടയാടാൻ വനപ്രദേശങ്ങളിൽ മാൻ, രുരു തുടങ്ങിയ മൃഗങ്ങളെ തേടി നടന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രാംഗതൻ എന്ന ഒരു ഗന്ധർവൻ ആ വഴിക്ക് പോകുന്ന രാജാവിനെ കണ്ടിട്ട് വിമാനം താഴേക്കിറക്കി കൊണ്ടുവന്നു. ഹേ താപസ, തുല്യവീരന്മാരായ അവർ തമ്മിൽ ആ കുരുക്ഷേത്രത്തിൽ വെച്ച് 3 വർഷം നീണ്ടു നിന്ന യുദ്ധമുണ്ടായി. ചിത്രാംഗതൻ എന്ന ഗന്ധർവനും ചിത്രാംഗതൻ എന്ന സത്യവതീ പുത്രനും തമ്മിൽ യുദ്ധമുണ്ടായി. എന്തിനാ യുദ്ധമുണ്ടായത് എന്ന് ഇവിടെ പറയുന്നില്ല. ഒരു യുദ്ധമുണ്ടായി. ഒരു കാരണവുമില്ല എങ്കിലും ചിലരെ കാണുമ്പം നമുക്കൊരു അസ്വാരസ്യം തോന്നും. ഒരു കാരണവും ഉണ്ടാവില്ല, ഒരു കാരണവും ഉണ്ടാവില്ല. നമുക്ക് പലരോടുമുള്ള അസ്വാരസ്യങ്ങൾക്കും നമുക്ക് പലരോടുമുള്ള ഇഷ്ടങ്ങൾക്കും പ്രത്യേകിച്ചൊരു കാരണവും ഉണ്ടാവുകയില്ല. അങ്ങനെ സംഭവിക്കാറ് പതിവുണ്ട്. ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറ് പതിവുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥങ്ങളിലും അങ്ങനെയൊക്കെ കാണും.
കാരണമൊന്നും പറയുന്നില്ല. ഇവർ തമ്മിൽ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഗന്ധർവനാൽ കൊല്ലപ്പെട്ട ചിത്രാംഗത മഹാരാജാവ് സ്വർഗം പോയി. ചിത്രാംഗതൻ എന്ന ഗന്ധർവൻ ചിത്രാംഗതൻ എന്ന രാജാവിനെ തട്ടി. അപ്പോൾ ചിത്രാംഗത മഹാരാജാവ് യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗമാണ്. താൻ ഏർപ്പെടേണ്ടുന്ന കർമ്മത്തിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം സ്വർഗ കാരണമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് ക്രിയകളൊക്കെ ചെയ്യണം. ഒരുപാട് ക്രിയകൾ ചെയ്താലാണ് സ്വർഗപ്രാപ്തി ഉണ്ടാവുക. സോമയാഗം ചെയ്യണം. 100 സോമയാഗം ചെയ്താലാണ് ഒരു ഇന്ദ്രപദവി ലഭിക്കുക. അങ്ങനെ ഒരുപാട് ക്രിയാകലാപങ്ങൾ ചെയ്താൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. യോദ്ധാക്കൾക്കത് വേണ്ട. യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധത്തിൽ പോയി മരിക്കുക എന്നുള്ളതല്ല. യുദ്ധം എന്ന് പറയുന്നത് ജീവിത സംഘർഷമാണ്. വിധി നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ സംഘർഷമുണ്ടാവുക സ്വാഭാവികമാണ്. അതിനെയാണ് യുദ്ധം 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 എന്ന് പറയുന്നത്. ആ ജീവിത യാത്രാമധ്യത്തിൽ നാം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം ചെയ്യുന്നതിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം സ്വർഗകാരണമാണ് എന്നാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ യുദ്ധത്തിൽ മരിക്കുക അവർക്കാണ് വീരസ്വർഗം, ബാക്കിയുള്ളവർക്കല്ല എന്നല്ല. അത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാരതീയ സംസ്കൃതി എന്താ പറയണത്? ആധ്യാത്മികമായിട്ടുള്ള സാധനകൾ ചെയ്തും സ്വർഗപ്രാപ്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ജീവിതം കൃത്യമായി ജീവിച്ചു മുന്നോട്ട് പോയാലും സ്വർഗപ്രാപ്തി ഉണ്ടാകും. എത്ര മഹത്തരമായിട്ടുള്ള ആശയമാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇവരെന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടിയൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയുന്നതിലാണ് അവർക്കൊരു രസം തോന്നിയിരുന്നത്. കവികളാണിവർ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ യുദ്ധത്തിൽ ഗന്ധർവനോട് യുദ്ധം ചെയ്തു. നായാട്ടിന് പോയതാണ്, പക്ഷെ യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ മരിച്ചു, സ്വർഗം പ്രാപിച്ചു. അതറിഞ്ഞ ഭീഷ്മർ അദ്ദേഹത്തിന് വേണ്ട പരലോകക്രിയകൾ ചെയ്തു. പകരം വീട്ടാൻ വേണ്ടി ഉടനെ ചിത്രാംഗതൻ്റെ പുറകെ പോയില്ല, ഗന്ധർവൻ്റെ പുറകെ പോയില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ജീവിത യാത്രാമധ്യത്തിൽ വീണുപോവുക എന്നുള്ളത് സാധാരണ സംഭവമാണ്. അതിനെല്ലാം പകരം വീട്ടാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഭീഷ്മ പിതാമഹൻ അതുകൊണ്ട് അതിനൊന്നും പോയില്ല. അദ്ദേഹം പരലോക ക്രിയകളെല്ലാം ചെയ്തു. മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ ക്രിയകളും ചെയ്തു. ദുഃഖിതനായ ഗാംഗേയൻ മന്ത്രിമാരോട് ആലോചിച്ച് വിചിത്രവീര്യനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. 2ാമത്തെ ആളെ രാജാവായി വാഴിച്ചു. പുത്രവിരഹത്താൽ ദുഃഖിതയാണെങ്കിലും മന്ത്രിമാരും പിന്നെ മഹാത്മാക്കളായ ഗുരുജനങ്ങളും സാന്ത്വനപ്പെടുത്തിയതുകൊണ്ടും തൻ്റെ മകൻ രാജാവായത് കണ്ടതുകൊണ്ടും വരവർണിനിയായ സത്യവതി അധികം സന്തോഷിച്ചു. ഒരു മകൻ മരിച്ചു. ആ മരണം എപ്പോഴും ആ അമ്മയ്ക്കൊരു ദുഃഖമാണ്. മക്കൾ മരിച്ച അമ്മമാരുടെ ദുഃഖം ഒരിക്കലും തീരുകയില്ല. പക്ഷേ മന്ത്രിമാരും പിന്നെ മഹാത്മാക്കളായിട്ടുള്ള ഗുരുജനങ്ങളുമൊക്കെ അവരെ സാന്ത്വനപ്പെടുത്തിയത് കൊണ്ടും 2ാമത്തെ മകൻ രാജാവായി വീണ്ടും രാജാവായി എന്നുള്ളത് കൊണ്ടും വരവർണിനിയായ സുന്ദരിയായ സത്യവതി അധികം സന്തോഷിച്ചു. വ്യാസനും തൻ്റെ സഹോദരനെ രാജാവായി വാഴിച്ചതറിഞ്ഞ് സന്തുഷ്ടനായി തീർന്നു. ഇതൊക്കെ വ്യാസൻ അറിയുന്നുണ്ട് അവിടെ നിന്ന്. വ്യാസൻ അതിലും സന്തോഷിച്ചു. സത്യവതിയുടെ ഉത്തമനായ ആ പുത്രൻ, ഇവിടെ നമ്മൾ വേറൊരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകാഗ്രചിത്തനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാസൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സത്യവതിയുടെ ബാക്കി കഥയിലേക്ക് പോയത്. ഏകാഗ്രചിത്തനായിരിക്കുന്ന വ്യാസൻ അറിയുന്ന വാർത്തകളിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വിചിത്രവീര്യനെ രാജാവാക്കി വാഴിച്ചതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ചിത്രാംഗതൻ്റെ മരണത്തിലും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിട്ടുണ്ട്. ജീവിതത്തിലെ സംഭവങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് ആധ്യാത്മികമാണ്. സന്തോഷമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുക, ദുഃഖമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുക, ദേഷ്യമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുക. മഹർഷീശ്വരന്മാർ അത് പ്രകടിപ്പിക്കുന്നതാണ് ശാപം.
ഇപ്പം ജീവിതത്തിലുണ്ടാകുന്ന പച്ചയായ വികാര വിചാരങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് അതുമായിട്ട് സംവദിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആധ്യാത്മികത. അപ്പോൾ ഇവിടെ വ്യാസഭഗവാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. ആ സന്തോഷത്തിൽ അദ്ദേഹം സ്റ്റക്കായില്ല. ചിത്രാംഗതൻ്റെ മരണമുണർത്തിയ ദുഃഖത്തിലും അദ്ദേഹം സ്റ്റക്കായില്ല. അത് കേട്ടു, സന്തോഷിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മുഴുകി. സത്യവതിയുടെ ഉത്തമനായ ആ പുത്രൻ യൗവനം തികഞ്ഞു. ഭീഷ്മരും തൻ്റെ അനുജൻ്റെ വിവാഹത്തിന് വേണ്ടി ആലോചന തുടങ്ങി. വിവാഹപ്രായം എത്തുന്നതിന് മുമ്പാണ് ചിത്രാംഗതൻ മരിച്ചത്. വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വിചിത്രവീരനും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിചിത്രവീരനെ രാജാവാക്കി ഭീഷ്മ പിതാമഹനാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. വിചിത്രവീരൻ വിവാഹപ്രായമായി, യൗവനമൊക്കെ തികഞ്ഞു. അപ്പോൾ ഭീഷ്മർ തൻ്റെ അനുജൻ്റെ വിവാഹത്തിന് വേണ്ടി ആലോചന തുടങ്ങി. സർവലക്ഷണങ്ങളും തികഞ്ഞ 3 പുത്രിമാരുണ്ടായിരുന്നു കാശി രാജാവിന്. അദ്ദേഹം അവരുടെ വിവാഹത്തിന് വേണ്ടി സ്വയംവരവും നിശ്ചയിച്ചിരുന്നു. ഈ വാർത്ത ഭീഷ്മ പിതാമഹൻ അറിയുകയാണ്. കാശി രാജാവിന് 3 പുത്രിമാരുണ്ട്. അവർ സർവലക്ഷണങ്ങളും തികഞ്ഞവരാണ്. അപ്പോൾ അവരുടെ സ്വയംവരം നിശ്ചയിച്ചിരുന്നു. ആയിരക്കണക്കിന് രാജാക്കന്മാരെയും രാജപുത്രന്മാരെയും ക്ഷണിച്ചിരുന്നു. ഇച്ഛാസ്വയംവരത്തിന് വേണ്ടി വന്നവരെല്ലാം സംപൂജ്യരായി. പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് അവർക്കിഷ്ടമുള്ള ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പറയണത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്ന്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്ന് നാം പറയുന്ന കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സ്വയംവരങ്ങൾ നടന്നിരുന്നു. ഇന്ന് നടക്കുന്ന സ്വയംവരങ്ങളിൽ പലതും കൊലപാതകങ്ങളിലാണ് അവസാനിക്കാറ്. എന്നിട്ടും നമ്മൾ പറയുന്നു പുരോഗതിയുടെ നാളുകളിലാണ് നാം ജീവിക്കുന്നത് എന്ന്. നാം വികസനത്തിൻ്റെ പാതയിലൂടെ, പുരോഗതിയുടെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നാം ഉച്ചൈസ്തരം ഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുനർവിചിന്തനത്തിന് നാം തയ്യാറാകണം. അന്നത്തെ കാലത്ത് അച്ഛൻ ഒരു രീതിയിലും മക്കളെ സ്വാധീനിച്ചിരുന്നില്ല. ഇന്നയാളെ തിരഞ്ഞെടുക്കണം, ഇന്നയാളെ തിരഞ്ഞെടുക്കരുത് എന്നൊന്നും അച്ഛൻ ബ്രീഫ് ചെയ്തിരുന്നില്ല. സ്വയംവരത്തിന് നിരന്നു നിൽക്കുന്ന പുരുഷന്മാരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കന്യകയുടെ സഖിമാരാണ് ഓരോരുത്തരുടെയും ഗുണഗണങ്ങൾ വിവരിക്കുക. ആ കന്യകയ്ക്ക് ബോധ്യം വരുന്ന ഒരാളെ സ്വീകരിക്കും. ഇത് ഈ നാട്ടിൽ പതിവുണ്ടായിരുന്നു. അന്ന് അത് ശ്രേഷ്ഠമായത്. ഇന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അത് കൊലപാതകങ്ങളിൽ കലാശിക്കും. എന്നിട്ടും നമ്മുടെ വീമ്പു പറച്ചിലിന് ഒരു കുറവുമില്ല. ഞങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്, പുരോഗതി ഉള്ളവരാണ്. എല്ലാ രാജാക്കന്മാരെയും ഈ കാശി മഹാരാജാവ് സ്വീകരിച്ചു. ആയിരക്കണക്കിന് രാജാക്കന്മാരാണ് വന്നത്. രാജപുത്രന്മാരും രാജാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു. ഇച്ഛാസ്വയംവരത്തിന് വേണ്ടി വന്നവരെ എല്ലാം പൂജിച്ചു, വളരെ ബഹുമാനിച്ച് അവരെ ഓരോരുത്തരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. മഹാതേജസ്വിയും പരാക്രമശാലിയുമായ ഭീഷ്മർ ഒരൊറ്റ രഥത്തോടെ ചെന്ന് സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി 3 കന്യകകളെയും ബലാൽ അപഹരിച്ചു. ഇത് അറിഞ്ഞ ഭീഷ്മ മകൻ എന്ത് ചെയ്തു? ഒരു രഥത്തിൽ ഒറ്റയ്ക്ക്, സൈന്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് വന്ന് രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ച് ഈ 3 കന്യകമാരെയും രഥത്തിൽ പിടിച്ചു കയറ്റി. നിത്യബ്രഹ്മചാരിയാണ് ഈ ഭീഷ്മ പിതാമഹൻ. സർവലക്ഷണങ്ങളും തികഞ്ഞ 3 കന്യകകളെ ആ രഥത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം ഇളകിയതായിട്ട് എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. അത്ര എളുപ്പത്തിൽ ഇളക്കം തട്ടുന്ന ബ്രഹ്മചര്യത്തോടു കൂടിയവർ ആയിരുന്നില്ല ഈ നാട്ടിലെ മഹർഷീശ്വരന്മാർ അവതരിപ്പിച്ച ബ്രഹ്മചാരികൾ. അത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിക്കും എന്ന് പറഞ്ഞ ആളാണ് ഭീഷ്മ പിതാമഹൻ.
അദ്ദേഹം ഈ 3 സുന്ദരികളായ തരുണീമണികളെ കൈപിടിച്ച് രഥത്തിലേക്ക് കയറ്റിയപ്പോൾ മനസ്സിന് ഒരു ചാഞ്ചല്യവും വന്നിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയണത്, നമ്മുടെ ബ്രഹ്മചാരികളായിട്ടുള്ള ദൈവങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കണ്ടാൽ ഇളക്കം തട്ടും എന്ന്. ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. നാം ഇരുന്ന് ചിന്തിക്കേണ്ടതാണ് പലതും. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതികരിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ സംസ്കൃതിയുടെ പശ്ചാത്തലത്തിൽ നാം കേൾക്കുന്നതിനെയും കാണുന്നതിനെയും പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. കഥ നമുക്ക് തുടരാം. മഹാരഥനും തേജസ്വിയുമായ അദ്ദേഹം സകല രാജാക്കന്മാരെയും കയ്യൂക്കുകൊണ്ട് ജയിച്ച് ആ കന്യകമാരെയും കൊണ്ട് ഹസ്തിനാപുരത്തിലെത്തി. ഇതൊക്കെ പണ്ട് ലൗഡായിരുന്നു, ഇതൊക്കെ ശാസ്ത്രസമ്മതവും ആയിരുന്നു. അതാണ് അതിലെ ഏറ്റവും രസം. നാം ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ഇതിനെ അംഗീകരിച്ചിരുന്നു എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മഹാരഥനും തേജസ്വിയുമായ അദ്ദേഹം സകല രാജാക്കന്മാരെയും കയ്യൂക്കുകൊണ്ട് ജയിച്ച് ആ കന്യകമാരെയും കൊണ്ട് ഹസ്തിനാപുരത്തിലെത്തി. മാതാവിനെപ്പോലെയും സഹോദരിയെപ്പോലെയും മകളെപ്പോലെയും കരുതിയാണ് സുന്ദരിമാരായ 3 കന്യകമാരെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അവരോടുള്ള മനോഭാവത്തെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള ഇളക്കവും അദ്ദേഹത്തിന് തട്ടിയിരുന്നില്ല. സത്യവതിയെ വിവരമറിയിച്ചിട്ട് വേഗം ദൈവജ്ഞന്മാരും വേദജ്ഞന്മാരുമായ ബ്രാഹ്മണരെ വിളിച്ച് ശുഭമായ ദിവസം ചോദിച്ചു. ഈ വിവരം സത്യവതിയോട് പറഞ്ഞു. ദിവസം കുറിച്ചു. ധർമ്മിഷ്ഠനും തൻ്റെ അനുജനുമായ വിചിത്രവീര്യനെ കൊണ്ട് അവരെ വിവാഹം ചെയ്യിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ ആ മൂവരിൽ മൂത്തവളും നീലക്കണ്ണും കടമിഴിയും കൊണ്ട് അതിസുന്ദരിയുമായ കന്യക ഗാംഗേയനോട് ലജ്ജാവിവശയായി ഇങ്ങനെ പറഞ്ഞു. അതിൽ മൂത്ത പെൺകുട്ടി ഇദ്ദേഹത്തെ സൗകര്യപൂർവ്വം വന്ന് കണ്ട് ലജ്ജാവിവശയായി ഇദ്ദേഹത്തോട് പറഞ്ഞു, കുരുശ്രേഷ്ഠനും ധർമ്മജ്ഞനും കുലദീപവുമായ ഗംഗാപുത്ര, സ്വയംവരത്തിൽ ശാൽവരാജാവിനെ ഞാൻ മനസാവരിച്ചിരിക്കുകയാണ്. ഞാൻ, അല്ലയോ മഹാത്മാവേ ഗംഗാപുത്ര, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ശാൽവരാജാവിനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. പ്രേമപൂർണമായ മനസ്സോടെ ആ രാജാവ് എന്നെയും വരിച്ചിട്ടുണ്ട്. അതിനാൽ ഹേ പരന്തപ, ഈ കുലത്തിൻ്റെ യോഗ്യതയനുസരിച്ച് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താലും. തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. എന്നിട്ട് തനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് എന്താ? ഈ കുലത്തിൻ്റെ യോഗ്യതയനുസരിച്ച്, അങ്ങയുടെ കുലത്തിൻ്റെ യോഗ്യതയനുസരിച്ച് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താലും. മുമ്പേ തന്നെ വരിക്കപ്പെട്ടവളാണ് ഞാൻ. ഇവിടേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മനസ്സുകൊണ്ട് വിവാഹിതയാണ് ഞാൻ. ധർമ്മജ്ഞരിൽ ശ്രേഷ്ഠനാണ് അങ്ങ്. ഹേ ഗാംഗേയ, അങ്ങ് ബലവാനുമാണ്. അങ്ങേക്ക് ഇഷ്ടം പോലെ ചെയ്യാം.